നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൂത്താട്ടോളം ഏരിയയുടെ നേതൃത്വത്തിൽ ആയുർപീഡിയ 2024 കുട്ടികൾക്കായുള്ള സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൂത്താട്ടോളം ടൗൺ ഹാളിൽ വെച്ച് MLA മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ആരോഗ്യമുള്ള ഒരു ജനത എന്നത് ഏറ്റവും വലിയ സമ്പത്താണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ള സംസ്ഥാനങ്ങളല്ല, രോഗികളുള്ള സംസ്ഥാനം, ഏറ്റവും മരുന്ന് ഉപയോഗിക്കുന്ന ജനവിഭാഗമുള്ള സംസ്ഥാനമാണ് കേരളം മാറുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യ രീതി, നമ്മുടെ ജീവിത രീതി, ഭക്ഷണ രീതി, ഇതെല്ലാം നമ്മുടെ രോഗികളാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഇത് നാം അറിയാതെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ പറയുന്ന ഏറ്റവും വലിയ ആശങ്കാജനകമായ സാഹചര്യം കുട്ടികളിലേക്കും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കുട്ടികൾ അകറ്റുന്ന ഓരോ ബുദ്ധിമുട്ടുന്ന ഒരു പുതിയ സാമൂഹ്യ പ്രശ്നം ഇപ്പോൾ വളർന്നു വരികയാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മുടെ യുവത്വത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ കുട്ടികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ആരോഗ്യമുള്ള ഒരു സ്കൂൾ ജീവിതമാണ്, അല്ലെങ്കിൽ കോളേജ് ജീവിതമാണ്. എല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച്. എന്നാൽ ഇന്നത്തെ സാഹചര്യം കൊണ്ട് കുട്ടികൾ വിവിധങ്ങളായ രോഗങ്ങൾക്ക് അവരും അതിലേക്ക് വിധേയപ്പെടുന്നു, അതിലേക്ക് വരുന്നു എന്നുള്ളത് ഗൗരവമായ സ്റ്റേറ്റ് തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. കേരള സംസ്ഥാന സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് എല്ലാം ഗൗരവമായി കാണുന്നത്, വളരെ ഗൗരവമായി കാണുന്ന പ്രശ്നമാണ്. AMAA സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി സ്വാഗതം പറഞ്ഞു. AMAA പ്രസിഡന്റ് ഡോക്ടർ സജേഷ് മാത്യു അധ്യക്ഷ പ്രസംഗം നടത്തി. മുഖവരിയില്ലാതെ പരിചയപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ട് എന്ന അഭിമാനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ വിവിധ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മുടെ അടുത്ത കാലത്ത് നടന്ന കേശദാന മഹാഭാരതം എന്ന അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഡൊണേഷൻ ക്യാമ്പ്, അതോടൊപ്പം ആയുർവേദത്തോടനുബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനവും വിദ്യാർത്ഥികളുടെ സ്കൂളുകളിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളും, അതോടൊപ്പം ആരോഗ്യത്തിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ നടത്തിയ നേത്രപരിശോധന ക്യാമ്പുകൾ, അങ്ങനെ പൊതുമേഖലയെ സംബന്ധിച്ച് പൊതുരംഗത്തെ കമ്മിറ്റഡായ പ്രസംഗം നടത്തി. കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ മുഖ്യ പ്രഭാഷണം നടത്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കൂത്താട്ടോളം ശാസ്ത്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്ന ഈ ക്യാമ്പിൽ എല്ലാവരുടെ ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. പീഡിയാട്രിക് ആയുർവേദയാണ് നേതൃത്വത്തിലുള്ള വിഷയമെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുക, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഓരോ പേരൻറ്റും ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഏക ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആയുർവേദമാണ്. കുട്ടികളുണ്ടായാൽ ആദ്യമേ മുതൽ നാട്ടിൽ കൊടുക്കുന്ന തേനും പയമ്പും മുതൽ ആയുർവേദമാണ്. അപ്പൊ അതോടൊപ്പം തുടങ്ങുന്ന ആയുർവേദ ചികിത്സ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ആയുർവേദത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഹോമിയോയും അലോപ്പതിയും ഒക്കെ ആയി മാറിയപ്പോൾ സീനിയർ മെഡിക്കൽ ഓഫീസർ ശ്രീധരിയം ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് ആയുർവേദ ദിനസന്ദേശം നൽകി. ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആയുർവേദം കവടശാസ്ത്രമോ എന്നുള്ള ചോദ്യങ്ങളും, അതുപോലെ അത് യുക്തിയുക്തമല്ല എന്ന് തെളിയിക്കാനുള്ള ദുർബലതകളും നമുക്ക് ചുറ്റും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും എല്ലാം കാണാം. അപ്പം അത് തന്നെയാണ് ഈ ആയുർവേദ ദിന ആഘോഷത്തിന്റെ പ്രാധാന്യവും. എല്ലാ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഒരു അത്യുത്കൃഷ്ടമായ ആരോഗ്യം അനുഭവിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ് എന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ ശാരീരികവും മാനസികവും സാമൂഹികവും അതുപോലെ ആധ്യാത്മികവുമായ ഒരു ആരോഗ്യം നേടുന്നതിന് ഇതിന് മികച്ചതായ ഒരു ശാസ്ത്രശാഖയുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. AMAA ഡിസ്ട്രിക്ട് പ്രസിഡന്റ് മനു ആർ മംഗലത്ത്, കൂത്താട്ടോളം മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ, മേഖല റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PG സുനിൽ കുമാർ, AEO ബേബി ജോർജ് എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു. AMAA ട്രഷറർ ജാസ്മിൻ സാം നന്ദി പ്രകാശിപ്പിച്ചു.